എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഫ്രൂട്ട് സേമിയ കസ്റ്റേർഡാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും സേമിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ ആദ്യം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് സേമിയാണ് കേട്ടോ. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. ഞാനപ്പോൾ ഇത് വറുത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സേമിയ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചെടുത്തിട്ട്, അതായത് ഒരു കപ്പ് വെള്ളം, എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഡയറക്റ്റ് പാല് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് പാല് ചേർക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 6 കപ്പ് പശുമ്പാൽ തിളപ്പിക്കാത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 6 കപ്പ് പശുമ്പാൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 2 തരി കുങ്കുമപ്പൂവുണ്ടല്ലോ, സാഫ്രോൺ, അത് ഇട്ട് കൊടുക്കാം. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കസ്റ്റാർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് കലക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാനൊരു 3 വലിയ സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റാർഡ് പൗഡർ. എന്നിട്ട് കുറച്ച് പാലിൽ ഒന്ന് മിക്സാക്കി വയ്ക്കാം. അതുപോലെ നന്നായിട്ട് മിക്സാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ പാല് തിളച്ച് വന്നപ്പോഴത്തേന് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2 വലിയ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ മധുരം എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ പൗഡർ ഉണ്ടല്ലോ, ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഇനി കൈ എടുക്കാതെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് അടിയൊക്കെ പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി വരും. നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ചേർത്തെടുത്താൽ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തപ്പോൾ തന്നെ ഞാൻ തീയൊക്കെ ഒന്ന് അണച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാറി തണുത്തതിന് ശേഷം ഞാൻ ഫ്രീസർ പോട്ടെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ആപ്പിള്, പഴം, പിന്നെ കുറച്ച് ഗ്രേപ്സ്, കുരുവില്ലാത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ബേസിൽ സീഡ്സ്, കസ്കസ്, അത് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബേസിൽ സീഡ്സും പിന്നെ കസ്കസ്, ഫ്രൂട്ട്സ്, എന്നിട്ട് കസ്റ്റാർഡ്, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഐസ്ക്രീം ഇതിന് മുകളിൽ ഒന്ന് സ്കൂപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇടയ്ക്കും വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഒന്നും ഇതിൽ ചേർക്കണില്ല, ഇതുപോലെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സും കസ്റ്റാർഡും ഒക്കെ ഒന്ന് ലെയർ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് കഴിക്കുമ്പോൾ നമ്മളൊന്ന് കുറച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.